ഈ സ്ക്രീനിൽ കാണുന്ന ബ്ലെൻഡർ ആഡോൺസ് എല്ലാം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അതിന് കോഡിങ് എക്സ്പേർട്ട് ആവണമെന്നില്ല, പൈത്തണോ ജാവയോ ഒക്കെ പഠിക്കണമെന്നില്ല. പക്ഷേ എനിക്ക് വേണ്ട ആഡോൺസ് എല്ലാം ഞാൻ സ്വന്തമായിട്ടാണ് ഉണ്ടാക്കിയത്. അതെങ്ങനെയെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. 2ൽ കൂടുതൽ വട്ടം ഒരേ ആക്ഷൻസ് ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ആഡോൺസിൻ്റെ ആവശ്യമുണ്ട്. എല്ലാ പ്രോജക്റ്റും സെയിം കാര്യങ്ങളല്ലേ, സെയിം റെൻഡർ സെറ്റിംഗ്, സെയിം ക്ലിക്ക്, സെയിം ക്ലീനപ്പ്, ബോറടി പരിപാടി. അപ്പോൾ നമുക്ക് ആദ്യം റെൻഡർ സെറ്റിംഗ്സിന് ഒരു ആഡോൺ ഉണ്ടാക്കി തുടങ്ങാം. അതിന് നമ്മുടെ സഹായത്തിനായി അവൻ വരുന്നു, ChatGPT. ChatGPT യൂസ് ചെയ്ത് കോഡിങ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം നമുക്ക് വേണ്ടത് കോഡല്ല, പകരം ഒരു സൊല്യൂഷനാണ്. അതുകൊണ്ട് ChatGPTയെ ഒരു കോഡറായി കാണാതെ പകരം നമ്മുടെ ഒരു അസിസ്റ്റൻ്റായി കാണുക. നിങ്ങളൊരു ബിഗിനറിനെ പോലെ ചോദിച്ചാൽ ബിഗിനർ ഔട്ട്പുട്ട് കിട്ടും, പക്ഷേ ഒരു സൂപ്പർവൈസറെ പോലെ ചോദിച്ചാൽ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ റെഡി ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ എനിക്ക് വേണ്ട കറക്റ്റ് റിസൾട്ട് കിട്ടുന്നതിനായിട്ട് ഞാൻ ചെയ്ത പ്രോസസ്സെല്ലാം ഒരു 5 സ്റ്റെപ്പായിട്ട് ഞാൻ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്ലെൻഡറിൽ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. ഏതൊരു CGI വർക്കിന് ശേഷവും അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് റെൻഡറിങ് ആണ്. അതാണെങ്കിലോ ഞാൻ എല്ലാ വർക്കിലും ഒരേ സെറ്റിങ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ അതിനൊരു ആഡ് ഓൺ ചെയ്ത് തുടങ്ങുന്നതല്ലേ നല്ലത്. അപ്പോൾ അതാണ് എൻ്റെ പ്രോബ്ലം. സ്റ്റെപ്പ് 2, ഒറ്റ ക്ലിക്കിൽ റെൻഡർ സെറ്റിങ്സ് എല്ലാം വരണം. ഇവിടെ എനിക്ക് വേണ്ടത് 2 പ്രീസെറ്റ്സാണ്. ഒന്ന് റെൻഡർ 1080p ക്വാളിറ്റിയിലും മറ്റേത് 4K ക്വാളിറ്റിയിലും. 2 പ്രീസെറ്റ്സിനും എനിക്ക് വേണ്ട കാര്യങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബ്ലെൻഡറിൻ്റെ വെർഷൻ കൂടി മെൻഷൻ ചെയ്യുകയാണ്. കാരണം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ബ്ലെൻഡർ വെർഷൻ 5 ആണ്. അതിനനുസരിച്ചുള്ള കോഡിംഗ് വേണം എനിക്ക് വേണ്ടത്, അത് പ്രത്യേകം പറയണം. ഇനി ബാക്ക്വേർഡ് കമ്പാറ്റിബിലിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ അതും പറയണം. എന്തായാലും ഞാൻ ബ്ലെൻഡർ 5 ലോക്ക് ചെയ്യുകയാണ്. അടുത്തത് സ്റ്റെപ്പ് 4. ഇവിടെയാണ് നമ്മുടെ ആക്ച്വൽ വർക്ക് തുടങ്ങുന്നത്. അതായത് ChatGPTയോട് എനിക്ക് ഫുൾ ആഡ് ഓൺ കോഡ് വേണമെന്ന് പറയണം. അപ്പോൾ അതൊരു നെടുനീളൻ സ്ക്രിപ്റ്റിംഗ് തരും. അതിനെ നമ്മൾ ബ്ലെൻഡറിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഈ കാണുന്ന സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന പാനൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മൾ ഈ സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് കോപ്പി ചെയ്ത് അത് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അതായത് ചുമ്മാ കൊണ്ടുവന്ന് ആഡ് ഓൺ ഉണ്ടാക്കി നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും പറ്റില്ല. പകരം നമുക്ക് ബ്ലെൻഡറിൽ ഇത് ഉപയോഗിച്ച് വർക്ക് ആകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഈ സ്ക്രിപ്റ്റിങ്ങിൽ ഇവിടെ വന്നിട്ട് ന്യൂ പ്രസ് ചെയ്യുക. ഇവിടെ നമ്മുടെ സ്ക്രിപ്റ്റ്, നമ്മൾ കോപ്പി ചെയ്ത സ്ക്രിപ്റ്റ് പേസ്റ്റ് ചെയ്യുക. ദെൻ ഈ പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുക. കണ്ടോ, നമ്മുടെ സ്ക്രിപ്റ്റിൽ എന്തോ എററുണ്ട്. ആ എറർ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, കാരണം നമ്മൾ വലിയ കോഡറൊന്നും അല്ല. അതിനാണ് തണ്ട് ഈ ലോഗ് പാനൽ കണ്ടോ, ഇവിടെ വന്നിട്ട് ഈ എറർ കോപ്പി ചെയ്ത് ChatGPT കൊണ്ട് പേസ്റ്റ് ചെയ്യുക. എന്താണ് ഈ പ്രശ്നം എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ChatGPT നമുക്ക് എവിടെയാണ് എറർ, എന്താണ് അതിൻ്റെ പരിഹാരം, എറർ ഉണ്ടായ ഭാഗത്തെ കറക്റ്റ് കോഡ് നമുക്ക് തരും. എന്നിട്ട് ഇത് ആ ഒരു സ്പെസിഫിക് സ്പേസിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാൻ പറയും. എനിക്ക് കോഡിങ്ങിനെ പറ്റി ഒരു തേങ്ങ അറിഞ്ഞിടാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ എവിടെ നിന്ന് കോപ്പി ചെയ്യണം, എവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ അറിഞ്ഞുകൂടാത്ത പരിപാടിക്ക് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ഉള്ള സ്ക്രിപ്റ്റും കൂടി കുളവാകുന്നതിന് പകരം ChatGPTയോട് ഞാൻ അപേക്ഷിച്ചു, എനിക്ക് ഫുൾ സ്ക്രിപ്റ്റ് ഒന്നുകൂടെ തരിക, എനിക്ക് കോഡിങ്ങിനെ പറ്റി ഒരു അറിവില്ല. അങ്ങനെ കിട്ടുന്ന ഫുൾ സ്ക്രിപ്റ്റും നമ്മൾ വീണ്ടും ബ്ലെൻഡറിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ നമ്മൾ വീണ്ടും ഈ സ്ക്രിപ്റ്റൊക്കെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് വീണ്ടും റൺ ചെയ്യുന്നതിന് പകരം ബ്ലെൻഡർ അങ്ങ് ക്ലോസ് ചെയ്യുക. എന്തെങ്കിലും അനാവശ്യ എററൊക്കെ ഉണ്ടാകും. അതിനേക്കാളും നല്ലത് ബ്ലെൻഡർ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്ത് വീണ്ടും സ്ക്രിപ്റ്റ് പാനലിലേക്ക് പോയി അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യുക. ഇപ്പോൾ അത് ഒരു എററും ഇല്ല. അതായത് ആഡ് ഓൺ സക്സസ്ഫുള്ളി വർക്ക്ഡ്. അപ്പോൾ നമുക്കടുത്ത് ചെയ്യാനുള്ളത് ഈ സൈഡ് പാനലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആഡ് ഓൺസ് ഒക്കെ വരുന്നത്. ഇവിടെ ഇപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത ആഡ് ഓണും ഈ സൈഡിൽ തന്നെ ഉണ്ട്. സൈഡ് പാനൽ എനേബിൾ ചെയ്യുന്നതിന് കീബോർഡിൽ N പ്രസ് ചെയ്യുമ്പോൾ അതിങ്ങനെ തുറന്നു വരും. എന്നിട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ അത് കണ്ടെത്തുന്നുണ്ടോ റെൻഡർ സെറ്റിങ്സ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ വരും. എല്ലാ ഓപ്ഷൻസും വർക്ക് ആകുന്നുണ്ടോ, എല്ലാ പ്രീസെറ്റ്സും ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ആഡ് ഓൺ വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്തു തീർത്തു. സ്റ്റെപ്പ് 5. ഇനി അവസാനത്തെയും ഏറ്റവും ചെറുതുമായ സ്റ്റെപ്പ്. ഇവിടെ നമ്മൾ ഈ സ്ക്രിപ്റ്റിനെ നേരെ വന്നൊരു നോട്ട് പാഡ് ഓപ്പൺ ചെയ്ത് അതിലേക്ക് പേസ്റ്റ് ചെയ്ത് സേവസ് എന്താണോ നിങ്ങളുടെ ആഡ് ഓണിൻ്റെ പേര് .py എന്ന് പറഞ്ഞാൽ പൈത്തൺ ലാംഗ്വേജിൻ്റെ എക്സ്റ്റൻഷനാണ്. ബ്ലെൻഡറിൽ ഇതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സാധാരണ പോലെ ബ്ലെൻഡറിൽ ഈ ആഡ് ഓൺ ഇൻസ്റ്റാൾ ചെയ്യുക, അതറിയാമല്ലോ. ആഡ് ഓൺ കംപ്ലീറ്റ്. വെറും 5 സ്റ്റെപ്പ് കൊണ്ട് 5 മിനിറ്റുള്ളിൽ നമ്മൾ കോഡിംഗ് ഒക്കെ ചെയ്തൊരു വലിയ ആഡ് ഓൺ ഉണ്ടാക്കി. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ വലിയൊരു സംഭവമാണ്, വലിയ കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരും. ഒരു തേങ്ങയുമല്ല എന്ന സത്യം തിരിച്ചറിയുക.
ചാറ്റ് GPT ഉൾപ്പെടുന്ന സകലമാന സോഫ്റ്റ്വെയറും ഇതുപോലെ ഒരുപാട് കോഡേഴ്സും കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സും ചോര നീരാക്കി ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഗുഡ് ബൈ. മറ്റൊരു കാര്യം, ഇപ്പോൾ ചാറ്റ് GPTൻ്റെ ഗോ വെർഷൻ നിങ്ങൾക്ക് 12 മാസത്തേക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ കേട്ടോ. ഞാനതാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഫ്രീ വെർഷൻ ഉപയോഗിച്ചാൽ ഡെയിലി ലിമിറ്റ് എന്തോ ഉണ്ട്. ലിമിറ്റ് കഴിയും തോറും പഴയ മോഡലിലേക്ക് ചാറ്റ് GPT മാറും. അതുണ്ടാതിരിക്കാനായിട്ട് എന്തായാലും 12 മാസം ഫ്രീ അല്ലേ, ഉപയോഗിക്കുക. അതുകൂടാതെ ഞാൻ ഈ ചെയ്ത ആഡ് ഓൺ ചുമ്മാ ഗംറോഡിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഗംറോഡിൽ ഇത് എങ്ങനെയാണ് ഫ്രീ ആയിട്ട് സെല്ല് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്നാൽ വില കുറച്ചും വയ്ക്കാൻ പറ്റുന്നില്ല. മിനിമം 73 രൂപയ്ക്ക് തന്നെ കൊടുക്കണമെന്നുണ്ട്. ഈ ആഡ് ഓൺ വേണമെന്നുള്ളവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ലിങ്ക് അയച്ചു തരാം. അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് വാങ്ങിച്ചാലും മതി. എനിവേ, മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഗുഡ് ബൈ. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്.